രാവിലെ നമുക്കൊരു കറി വെക്കുന്നത് ഒരു തീയലായിക്കോട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഇത് ഒരു പാവയ്ക്കയും ഒരു സവാളയും കൂടെ കൂടി വഴറ്റി വാട്ടാം എണ്ണയ്ക്കകത്ത്. അപ്പോൾ പാവയ്ക്ക, തക്കാളിക്ക, ഒരു സവാള, ഇത് മൂന്നും കൂടെ എണ്ണയെ വഴറ്റിയിട്ട് തേങ്ങ വറുത്തരച്ചു കേട്ടോ. തേങ്ങ വറക്കാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ അത് എണ്ണയിൽ വറക്കണം. ഒരു നുള്ളു മല്ലിപ്പൊടി ഇട്ട്, കാരണം ഒരു ദിവസം കൊണ്ട് തീരുന്ന കറിയാണ്, ഇരിക്കുന്നില്ല, അതുകൊണ്ട് വലിച്ചു പോവുകയല്ലോ. അപ്പോൾ ഇച്ചിരി മല്ലിപ്പൊടി, നുള്ളു മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, ഇത് മൂന്നും കൂടെ ചേർത്ത്, നാലും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതിനകത്തിട്ട് വറുത്തിട്ട് മിക്സിയിലിട്ട് നല്ല എണ്ണ പോലെ അരച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കും. അല്പം പുളി, അതായത് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഒരു പുളി എന്തോരം വേണമെന്ന് വെച്ചാൽ, ഇത് പറയും നെല്ലിക്ക വലിപ്പത്തിൽ പുളി, ചിലർ നാരങ്ങ വലിപ്പത്തിൽ പുളി എന്നൊക്കെ പറയും. ഇവിടെ ഇച്ചിരി പുളി കുറച്ച് മതി, അതുകൊണ്ട് ഒരു തുള്ളി പുളി മതി. വാളംപുളി പിഴിഞ്ഞെങ്കിൽ ചേർക്കും. അങ്ങനെ ഒരു തീയൽ കറി രാവിലെ ഒഴിച്ചു കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു മെഴുക്ക് വരട്ടി വെക്കുന്ന, അതാണ് എൻ്റെ ഫോണിൻ്റെ ക്യാമറയിലേക്ക് ആവി പിടിച്ചിട്ട് ക്ലാരിറ്റി ഇല്ലാതെ പോകുകയാണല്ലോ. അതാട്ടോ മെഴുക്ക് വരട്ടി വെക്കുന്നത്. ഒരു ക്യാബേജിൻ്റെ പകുതി, ഒരു സവാള, 4 പച്ചമുളക്. ഇതിനകത്ത് 2-3 വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട്, ഇത് അല്പം ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒരു മെഴുക്ക് വരട്ടി. അപ്പോൾ നമ്മൾ തക്കാളിക്കായും കൂടെ ചേർത്ത് വഴറ്റി കിട്ടും. ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് എണ്ണ ചേർത്താണ് ഇത് വഴറ്റുന്നത്. അതുകൊണ്ട് തേങ്ങ വറക്കുമ്പോൾ നോസ്റ്റിക്ക് പാത്രമായതുകൊണ്ട് അല്പം പോലും വെളിച്ചെണ്ണ ഒഴിക്കണ്ട. അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. എന്നിട്ട് ഒരു മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 2 സെക്കൻഡ് കൂടി ഒന്ന് വറുത്തിട്ട് അരച്ച് ഇങ്ങോട്ട് ചേർത്താൽ മതി. ഇതിനകത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് തേങ്ങ നന്നായിട്ട് മൂത്ത് അരച്ചുകൊണ്ട് വരുന്നോടം വരെ നമുക്കിതിനെ തീ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നത് ആവിയിൽ കുഴഞ്ഞങ്ങോട്ട് വേകും. അങ്ങനെ ഇരിക്കട്ടെ, അരപ്പുണ്ടാക്കിക്കൊണ്ട് വരുന്നോടം വരെ. പിന്നെ നമുക്ക് ഇതും കൂടി ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് ഒരു മെഴുക്ക് വരട്ടി വെക്കുകയും ചെയ്യാം. അപ്പം നമ്മുടെ ഈ തീയൽ കറിക്കുള്ള സംഭവമൊക്കെ ശരിയായി കേട്ടോ. അരപ്പും റെഡിയാക്കിയിട്ടുണ്ട്. ഇതുണ്ട്, അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഈ ചീനിച്ചട്ടിക്കകത്ത് ഇത് മെഴുക്ക് വരട്ടി വെക്കാനായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അത് ചെറിയ ചീനിച്ചട്ടിയാണെന്ന് തോന്നിയതുകൊണ്ട് ഇങ്ങോട്ട് മാറാം. അപ്പോൾ ഇതെടുത്ത് ഇപ്പറേ ചീനിച്ചട്ടിയിലാക്കിയിട്ട് ഇതുണ്ട്, സവാള, ക്യാബേജ്, ഇത് രണ്ടും കൂടെ നമുക്ക് ഇതിനകത്തിട്ട് വഴറ്റാം. ഇതിലിട്ട് വഴറ്റിയാലേ അത് പകുതി പുറത്ത് ചാടിപ്പോകും. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് തീയൽ കറി മാറ്റാം. അപ്പം ചീനിച്ചട്ടിയൊക്കെ മാറി നന്നായിട്ട് തേച്ച് കഴുകി വീണ്ടും അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയും കടുകുമൊക്കെ ചേർത്ത് നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഒരു ചാറുകറി, ഒരു തോരൻ, അല്ലെങ്കിൽ ഒരു മെഴുക്ക് വരട്ടി. ഇനി അച്ചാർ ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തെങ്കിലും ഒരു 3 കൂട്ടം വേണമല്ലോ നമുക്ക് രാവിലെ ചോറിന് കറി ഉണ്ടാക്കാൻ. ഇത് അല്പം നീളം കൂടി അതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നും തീയിൽ വെക്കുമ്പോൾ ഇവിടെ കുറുകി പോകാറാണ് പതിവ്. തീയൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി അങ്ങോട്ട് കുറുകും ചട്ടിയുടെ ചൂട് കൊണ്ട്. പിന്നെ ഒരു ലേശം ചാറ് നീട്ടിയെടുക്കുവാണ്. അപ്പം ഇച്ചിരി കഴിയുമ്പോഴത്തേനും അത് കുറുകിക്കോളും. കുറുകി വന്നിട്ട് അത് ഓഫ് ചെയ്യുന്നുള്ളൂ. തീയില്ല, നൈസായിട്ട് ഇടട്ടെ. ലോ ഫ്ലെയിമിൽ ഇടുക. എണ്ണ ഒഴിച്ച് കടുകിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയും പച്ചമുളകും ഒരു നുള്ളുപ്പിട്ട് കടുകൊക്കെ ഇട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒന്ന് ഉപ്പിട്ട് തിരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ആ ഉപ്പിട്ട് തിരിഞ്ഞ് വെച്ചത് ഒന്ന് പിഴിഞ്ഞ് കളയണം. എന്നിട്ട് വേണം ഇതിനകത്തേക്ക് ചേർത്ത് ഇളക്കാനായിട്ട്. എന്നിട്ട് ലാസ്റ്റ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, എന്തെങ്കിലും അല്പം മസാലപ്പൊടി, ഒരു കളർ മാറ്റത്തിനും ഒരു ടേസ്റ്റ് മാറ്റത്തിനും മാത്രം. അത്യാവശ്യത്തിന് എരിവിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത് കാരണം കണ്ടമാനം മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മുളക് പൊടിയും ചേർക്കേണ്ട കേട്ടോ. നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മീറ്റ് മസാല തട്ടിച്ചും കൂടെ. അപ്പോൾ ഞാനിതൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ കേട്ടോ.
ഉപ്പിൽ തിരുമ്മി വെച്ചേക്കും, തിരിഞ്ഞെടുക്കണം. അപ്പം നമ്മുടെ ക്യാബേജ് മെഴുക്കുവരട്ടി ഉണ്ടാക്കും. ഇതിങ്ങനെ ഈ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് കുരുന്നൊന്നും അരിയണ്ട കേട്ടോ. ഇതേ ഒരു മുഴുപ്പിൽ, അതായത് ഈ സവാള അരിയുന്ന ഒരു മുഴുപ്പിൽ അരിഞ്ഞാൽ മതി. സവാളയെ ഒന്ന് ഞരടണം, ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഒന്ന് ഞരടുന്നതല്ല ഉപ്പിട്ട്. അതുപോലെ തന്നെ ക്യാബേജ് അത് ഞാൻ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കേട്ടോ, എന്നാലേ അത് ശരിയായി വരുള്ളൂ, ഒരു രുചി. അപ്പോൾ അതിൻ്റെ ഒരു മക്ക് പൊക്കോളും. പിന്നെ വിഷാംശം ഉണ്ടെങ്കിൽ അത് പൊക്കോളും. പിന്നെ മുഴുവൻ വിഷമൊന്നും പോകുകയില്ല, എങ്കിലും അത്യാവശ്യം ഒരു മയം കിട്ടും. ഇതുണ്ട്. ഇപ്പോൾ ഉപ്പൊക്കെ ഇട്ടു. ഇനി ഉപ്പിട്ടില്ല, ഉപ്പിട്ട് പിഴിഞ്ഞത് കൊണ്ട് പിന്നെ വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളേ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴഞ്ഞ് ശരിക്കും വരുമ്പോൾ നമുക്ക് ഒരല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, ഇത് ഏതെങ്കിലും, അല്ലെങ്കിൽ വെജിറ്റബിൾ മസാല, എന്താണെങ്കിലും ഒരല്പം മസാലയുടെ ഒരു ലേശം ഒരു ടേസ്റ്റ് കിട്ടണം, അത്രേ ഉള്ളൂ. എന്നാൽ ഈ ക്യാബേജിൻ്റെ ഒരു കുത്തലങ്ങ് മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും പൊതി കിട്ടുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തി കറി ഉണ്ടാക്കണമല്ലോ. എന്നും ഒരേ രീതിയിലുള്ള കറി വെച്ച് കൊടുത്താൽ കഴിക്കുന്നവർക്കും ബുദ്ധിമുട്ട്, ഉണ്ടാക്കുന്നവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച്, എന്നാലും ഇതൊക്കെ ഞാൻ പണ്ടേ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഇങ്ങനെ ഡെയിലി ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണേ. ഡെയിലി കൊണ്ടുപോകും. ഇതാണ് ഈ പൊടി ഒരു ശകലം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഈ കറി ഉണ്ടാക്കുന്നതിനിടയ്ക്ക് എന്തോ പറയാമെന്ന് വിചാരിച്ചേ. രാവിലെ പുറത്തിറങ്ങി നിന്ന് പറയാനൊന്നും പറ്റത്തില്ല, കാരണം നല്ല തൂളുമടിയുണ്ട് കേട്ടോ. അത് കാരണം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും പിള്ളേരെയൊക്കെ കുഞ്ഞു കൊച്ചുങ്ങളെ സ്കൂളിൽ വിടുന്നവരങ്ങനെ, വലിയ പിള്ളേരെ സ്കൂളിൽ വിടുന്നവരങ്ങനെ, ജോലിക്ക് പോകുന്നവരങ്ങനെ, അങ്ങനെ എല്ലാവരും തിരക്കിൽ നിൽക്കുന്നതാണ്. മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും നമ്മുടെ രീതികളെല്ലാം ഒരേ രീതിയിൽ എന്നും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാവരും രാവിലെ തിരക്ക് പഠിച്ച പണിയിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ കേട്ടോ. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ഒന്ന് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. സപ്പോർട്ടെന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് ഒക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരോടും സ്നേഹത്തോടു കൂടി മാത്രം പറയുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒന്നുകൂടെ ഗുഡ് മോർണിംഗ് പറയാം കേട്ടോ. രാവിലെ ഇനി കറിയൊക്കെ വെച്ച് റെഡിയാക്കി എല്ലാം വെച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലേക്ക്. തീയൊക്കെ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. കണ്ടോ, നല്ലൊരു കറിയാണ് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്, മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. പാകത്തിന് ഉപ്പും പാകത്തിന് എരിവും പാകത്തിന് പിന്നെ മസാലയും കൂടെ ചേരുമ്പോൾ സൂപ്പർ കറിയാണ്. നല്ല ചോറിനകത്ത് ചൂടൻ ചോറും ഈ ചൂട് കറി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. ചോറിന് മാത്രം, വേറെ ഒന്നിനും ഞാൻ പറയില്ല കേട്ടോ. ചോറിന് മാത്രം കഴിക്കാനേ ഇഷ്ടമുള്ളൂ. ഞാൻ പിള്ളേർക്ക് ഉണ്ടാക്കി പൊതി കെട്ടുന്ന കറികളൊക്കെയാണ് ഇതൊക്കെ കൊച്ചുനാളിൽ. ഇതുണ്ട് നമ്മുടെ തീയിൽ നല്ല കുറുകി വന്നു കേട്ടോ. അപ്പോൾ തീ ഓഫ് ചെയ്തു. തീയിൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇലയിൽ പൊതി കെട്ടുവാണെങ്കിൽ ഞാൻ നടുക്കൊരു കുഴി കുഴിച്ചിട്ട് ഒരു കൊച്ചു തവിക്ക് ഒരു തവി കറി കോരി വെച്ചിട്ട് ആ ചോറൊന്ന് ഒതുക്കി അവിടെ വെക്കണം. എന്നിട്ട് തോരൻ കറി, മുട്ട പൊരിച്ചത്, അച്ചാർ അതൊക്കെ അതിൻ്റെ പുറമേയും കൂടി വെക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ഇലപ്പൊതി കഴിച്ച് ചോറുണ്ണുമ്പം അടിപൊളി രുചിയാണ് ഈ ചോറിന്. വാഴയിലയുടെ ഒരു മണവും ഒരു രുചി, അതുപോലെ എല്ലാം കൊണ്ടും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് ദോശയും ചമ്മന്തിയൊക്കെ ആയിട്ട് രാവിലെ പോയ പിള്ളേർക്ക് കൊടുത്തു കേട്ടോ, കാപ്പി കൊടുത്തു. ബാക്കി ഇരിക്കുന്ന മാവാണിത്. അപ്പം നമുക്ക് ഇനി ബാക്കി അത്യാവശ്യത്തിന് ചൂടോടെ 2-3 ദോശ ചുട്ടെടുക്കാവേ. അപ്പം ദോശയ്ക്കുള്ള വെള്ളച്ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതൊന്ന് 2-3 ദോശയും കൂടെ ചൂടാം. ഇതാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇങ്ങനെ ഉണ്ടാക്കി കേട്ടോ. നമുക്കിങ്ങനെ 2-3 ദോശ ചുട്ടെടുത്താലോ.
എനിക്ക് ഈ പേപ്പർ ദോശയൊന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് നല്ല കട്ടി കൂടിയിട്ട് വട്ടം കുറഞ്ഞിരിക്കുന്ന ദോശ എനിക്കിഷ്ടം. തട്ടിൽ കൂട്ടി ദോശയും ഗാർലിക് ചമ്മന്തി എന്നും കേട്ടിട്ടില്ലേ, അതാണ് എനിക്കിഷ്ടം. പക്ഷേ ഇവിടെ പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന ദോശയാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ ഇച്ചിരി എണ്ണ തൂവി കൊടുക്കാൻ. നെയ്യ് ഇടുന്നവർക്ക് നെയ്യ് ചേർക്കാവേ. എനിക്ക് നെയ്യ് ഇഷ്ടമില്ല. എനിക്ക് വെളിച്ചെണ്ണ വിടാൻ അല്പം ചേർത്ത് കൊടുത്താൽ മതി. എന്താ ചമ്മന്തി ദോശയ്ക്കുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു അല്പം കിഴങ്ങേറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. സമയക്കുറവുകൊണ്ട് ആ പണിക്ക് പോയില്ല കേട്ടോ. നാളെ രാവിലെയാണ്. അങ്ങനെ 2-3 കൂട്ടം ഞാൻ വെറൈറ്റി ആയിട്ട് ചിന്തിച്ചിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ അത് ചെയ്യും. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ട് ദോശ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമുക്കിങ്ങനെ ഇതൊന്ന് മറിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ രാവിലത്തെ എൻ്റെ പരിപാടികളൊക്കെ ഒരുമാതിരി ഒതുങ്ങി കിട്ടും. ഇനി ഉച്ചയ്ക്ക് വന്ന് കുറച്ച് ജോലി ചെയ്യണം ചോറിനാൻ വരുമ്പോൾ. പിന്നെ ബാക്കി വൈകിട്ട്. അപ്പോൾ രാവിലത്തേനുള്ള അത്യാവശ്യം ഇതിപ്പോൾ പോകുന്നവർക്കൊക്കെ പോകാൻ നേരത്തെ ചൂടോടെ ചുട്ട് കൊടുക്കുക കേട്ടോ. വെച്ചിരിക്കുമില്ല എന്തോ. രാവിലെ ഉണ്ടാക്കിയതാണ്. സത്യം രാവിലെ പോയവർക്ക് രാവിലെ ചുട്ട് ദോശ. ഇനിയിപ്പോൾ 8:30 പോകേണ്ടവർക്ക് ഈ ചുട്ട് വെക്കുന്നു. ഇത് കട്ടൻ ചായ, ചമ്മന്തി, ദോശ. ഇന്നത്തെ രാവിലത്തെ ഒരു 8 മണിക്ക് മുമ്പുള്ള, ഇപ്പോൾ സമയം 8 ആയി കേട്ടോ, 8:30 മുമ്പുള്ള ഒരുമാതിരി കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളത് വൈകിട്ട്. അപ്പോൾ വൈകിട്ടത്തെ കാപ്പിക്ക് കപ്പ ഉണ്ടാക്കി കേട്ടോ. സന്ധ്യയായി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, കപ്പ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആർക്കും ചോറ് വേണ്ട. കപ്പ മുളക്, ഉള്ളിയും മുളകും അരച്ച് എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചേക്കുന്ന കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എനിക്കൊരു മസാല ദോശ ഉണ്ടാക്കാനുണ്ട്. അത് ചിലപ്പം വീഡിയോ എടുക്കും. കിഴങ്ങൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിനകത്ത് 2 കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിന് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ചേർത്ത് വഴറ്റി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടിയൊക്കെ ഇട്ട് വഴറ്റി കിഴങ്ങ് പൊടിച്ച് ചേർത്തൊക്കെ എടുത്താണല്ലോ മസാല ദോശ ഉണ്ടാക്കുന്നത്. അതിനൊക്കെ ഇച്ചിരി സമയം വരും, രാത്രിയാകും. അപ്പോൾ പിന്നെ ചിലപ്പോൾ വീഡിയോ എടുക്കില്ല കേട്ടോ. ഇതുകൊണ്ട് അങ്ങനെ നിർത്തും ഞാൻ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുഞ്ഞു വീഡിയോ, എൻ്റെ കുഞ്ഞു കുടുംബത്തിലെ കുഞ്ഞു വിശേഷങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാവരും ചിലപ്പം പുറത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കുവേ. ഞങ്ങളുടെ പരിസരങ്ങളും ഞാൻ പോകുന്ന സ്ഥലങ്ങളും ഇതൊക്കെ കാണിച്ചു തരും. ചിലപ്പോൾ കുഞ്ഞു കുക്കിങ്ങുകൾ, ഒത്തിരി വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഫുഡൊന്നും അല്ല കേട്ടോ. സാധാ ഒരു വീട്ടിലെ കൂലിപ്പണിക്കാരുടെ വീട്ടിലെ ഒരു ഫുഡൊക്കെ ആട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യണേ. പപ്പിക്കുട്ടീനെ അഴിച്ചുകൊണ്ട് വന്നു കേട്ടോ. പപ്പിക്കുട്ടീനെ അഴിച്ചുകൊണ്ട് വന്നു. പാല് കാച്ചി വെച്ചതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. പക്ഷേ പുള്ളീനെ കുറച്ച് ദിവസത്തേനെ അഴിച്ചു വിടാതെ കെട്ടിയിട്ടായിരുന്നോണ്ടേ ഇങ്ങോട്ട് ഒന്ന് കൊണ്ടുവന്നപ്പോൾ ഭയങ്കര സന്തോഷം. ഇവിടെ കുറച്ച് കുടിച്ചു, ഒരു പരവേശടങ്ങാൻ മാത്രം കുടിച്ചു കേട്ടോ. ബാക്കി അവിടെ ഇരിക്കുക. ഇനി അത് അനുമോക്കണ നേരെ നോക്കിയാണ് കളിയും ചിരിയും മൊത്തം. ഇപ്പം ഉച്ച നേരം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരുടെ കൂടെ. കൊച്ചുമോക്കടെ കൂടെ കിടന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. പിള്ളേർ കളിക്കാനുണ്ടെങ്കിൽ എന്നാ സന്തോഷമെന്നറിയാമോ. അപ്പം അനുവിനോടാണ് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. കുടിച്ച് തീർക്കടാ വേഗം, പാൽ ആറിപ്പോകുന്നതിന് മുമ്പ് കുടിച്ചോ. ഇങ്ക്രു എടാ കുടിക്കടാ. അതപ്പടിയും കൂടെ ഉടനെ ഇങ്ങോട്ട് കയറി കുടിച്ച് തീർക്കാൻ, തണുത്ത് പോകും അല്ലെങ്കിൽ. ഇനിയിപ്പോൾ ഇരിക്കുവാണ് അവിടെ കേട്ടോ. ഈ തൊടൽ കെട്ടിയത് പുള്ളിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇനി അങ്ങനെ നടക്കണ്ട. ബെൽറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് തൊടലൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കെട്ടി മൃഗാശുപത്രി കൊണ്ട് കുത്തിവെപ്പൊക്കെ എടുത്തു. ഇനി കുറച്ച് നാൾ ക്ഷീണമായിരിക്കും. അല്ലേ, കുഞ്ഞു കൊച്ചുങ്ങൾക്ക് പനിക്കുമ്പോൾ ഇതിന് പനിക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. പട്ടിക്ക് പനി വന്നാൽ നമുക്കൊട്ട് അറിയാനും പാടില്ല. ക്ഷീണമൊക്കെ കണ്ടാൽ നമുക്ക് മരുന്ന് കൊടുക്കാം കേട്ടോ. അവർ 1-2 ഗുളികയൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ പൊടിച്ച് പാലിനകത്തിട്ടങ്ങ് കൊടുക്കും. മരുന്നൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ കൊടുക്കും. കളിക്കണ്ട, കൂടുതൽ നേരം കളിക്കണ്ട കേട്ടോ. വേണ്ട, ഇതിൻ്റെ തള്ളപ്പട്ടി അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. അന്യായ ബഹളം. ഇവനോട് വർത്താനം പറയുന്നത് അവർ കേൾക്കുന്നുണ്ട്. അവളവിടെ കിടന്ന് കേൾക്കുന്നുണ്ട്. തള്ളപ്പപ്പി കണ്ടോ,
പപ്പി പപ്പി എന്ന് ഒരു പ്രാവശ്യം പറയുമ്പോൾ 10 പ്രാവശ്യം കുരയ്ക്കും. ചങ്ങലയാടുന്നതുകൊണ്ട് അവന് കുടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ചങ്ങല കിടന്ന് മുമ്പിൽ കിടന്ന് ആടുമല്ലേ തൊടല്. എന്നാൽ അത് മാറ്റി തരാവിടാ, കുടിച്ചോ, ഇനിയും കുടിച്ചോ. ഞങ്ങൾ ചായ ഇട്ട് കുടിച്ചേച്ച് അവന് പാല് കൊണ്ടുവന്ന് കൊടുത്തതാണ്. പക്ഷേ അവന് കുറച്ച് കുടിച്ചോട്ടോ, പരവേശം മാറി, അതാ മാറി നിൽക്കുന്നത്. ഈ സൗകര്യം പോലെയൊക്കെ അവൻ കുടിച്ചോട്ടെ.